ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഓസ്ട്രേലിയയിൽ കുറെ വീടുകളൊക്കെ വാങ്ങി എന്നൊക്കെ പറയുന്ന ഒരുപാട് മലയാളികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാ കേട്ടോ, ഇവരുടെയൊക്കെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന്റെ ഷെയർ കൂട്ടാൻ ഒരുങ്ങുകയാണ് ലേബർ ഗവൺമെന്റ്. ഈ വരുന്ന മാർച്ച് 17 അറിയാം ഈ പണി ചെറിയ ഒരെണ്ണം ആണോ അതോ 8ന്റെ പണിയാണോ എന്ന്. ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ ഗവൺമെന്റ് തന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കൗണ്ടിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഇത്. കാര്യങ്ങൾ ചുരുക്കി പറയാം. ഈ വീഡിയോകളൊക്കെ കണ്ടു നോക്കിക്കളിച്ചാൽ വലിയ പരിക്കുകളൊന്നുമില്ലാതെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയിൽ നിന്നും തടിയുവരാം. 1999 ഹൊവാർഡ് ഗവൺമെന്റ് ആണ് CGT ഡിസ്കൗണ്ട് കൊണ്ടുവന്നത്. 12 മാസത്തിൽ കൂടുതൽ കൈവശം വെച്ച അസറ്റുകൾക്ക് 50% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇളവ് നൽകുന്നതാണ് ഈ ലോ. ഇത് ഓസ്ട്രേലിയൻ റിയൽ എസ്റ്റേറ്റിന് മാത്രമല്ല ഷെയർസിനും ഒക്കെ ബാധകമാണ്. ഓസ്ട്രേലിയൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ഇൻസെന്റീവായാണ് ഈ നിയമം അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് 5 ലക്ഷം വാല്യൂ വരുന്ന ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിയെന്നിരിക്കട്ടെ. ഒരു വർഷം കഴിയുമ്പോൾ അത് 7 ലക്ഷത്തിന് വിറ്റു. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആയി ലഭിച്ചത് 2 ലക്ഷമാണ്. 12 മാസം ഹോൾഡ് ചെയ്തതുകൊണ്ട് ക്യാപിറ്റൽ ഗെയിനിൽ 50% ഡിസ്കൗണ്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെ 2 ലക്ഷത്തിന്റെ 50% ആയ 1 ലക്ഷത്തിന് മാത്രം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടച്ചാൽ മതി. നിങ്ങളുടെ മാർജിനൽ ടാക്സ് റേറ്റ് 30% ആണെങ്കിൽ 1 ലക്ഷത്തിന്റെ 30%, അതായത് $30,000 ആണ് ആകെ അടയ്ക്കേണ്ടതുള്ളൂ. ഫ്ലാറ്റ് 50% ഡിസ്കൗണ്ട്. ഓസ്ട്രേലിയയുടെ പ്രോപ്പർട്ടി പ്രൈസ് അതുപോലെ ഡിമാൻഡ് ഒക്കെ ഇതുപോലെ റെഡ് ഹോട്ട് ആക്കി നിർത്താൻ ഈ ഡിസ്കൗണ്ട് വഹിക്കുന്ന പങ്ക് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഹൗസിംഗ് അഫോർഡബിലിറ്റി ഒരു ചർച്ചയായി വരുമ്പോഴൊക്കെ ഈ ഡിസ്കൗണ്ടും ചർച്ചയാവാറുണ്ട്. പക്ഷെ പലവട്ടം അവസാന ഘട്ടം വരെ ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ എത്തിയിട്ടുണ്ടെങ്കിലും ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുകയായിരുന്നു. 2009 ഹെൻറി ടാക്സ് റിവ്യൂ സജസ്റ്റ് ചെയ്തത് ഈ ഡിസ്കൗണ്ട് 40% ആക്കുക എന്നായിരുന്നു. പക്ഷെ ഇത് നടപ്പിലാക്കാൻ സർക്കാരുകൾ തയ്യാറായില്ല. 2016 2019 ഇലക്ഷനുകൾ ലേബർ ഗവൺമെന്റ് അവരുടെ ഇലക്ഷൻ പോളിസിയിൽ CGT ഡിസ്കൗണ്ട് 50% എന്നുള്ളത് 25 ആക്കും, അതുപോലെ നെഗറ്റീവ് ഗിയറിംഗ് എടുത്തു കളയുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും 2 വട്ടവും അവർ പരാജയപ്പെട്ടു. തുടർന്ന് 2025 CGT ഡിസ്കൗണ്ടിൽ മാറ്റങ്ങൾ വരുത്താൻ പ്ലാനൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിനിടെ 2012 നോൺ റെസിഡൻസിന് ഈ ഡിസ്കൗണ്ട് എടുത്തു കളയുക, അതുപോലെ പിന്നീട് KPMG, വെസ്റ്റ്പാക് പോലുള്ള ഓർഗനൈസേഷൻസിന്റെ റെക്കമെൻഡേഷൻസ് ഒക്കെ വന്നെങ്കിലും അതൊന്നും CGT ഡിസ്കൗണ്ട് അമെൻഡ്മെന്റ് ലെജിസ്ലേഷനിലേക്ക് എത്തിയില്ല. ഏർലി 2025 ഫെഡറൽ ട്രഷറി ഒരു ഹൗസിംഗ് ടാക്സ് റിഫോം പ്രപ്പോസ് ചെയ്തതിൽ CGT ഡിസ്കൗണ്ട് ക്യാൻസലേഷൻ ഉണ്ടായിരുന്നെങ്കിലും ഗവൺമെന്റ് ഇത് പരിഗണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനി എന്തുകൊണ്ടാണ് ഗവൺമെന്റുകൾ ഈ ഡിസ്കൗണ്ടിൽ കൈവയ്ക്കാൻ മടിക്കുന്നത് എന്ന് നോക്കാം. പ്രധാന പ്രശ്നം ഈ അമെൻഡ്മെന്റ് തികച്ചും ജനദ്രോഹം ആണ് എന്നതാണ്. ഈ പ്രപ്പോസൽ മുന്നോട്ട് വെച്ച പാർട്ടികൾ ഒക്കെ ഇലക്ഷനുകളിൽ വലിയ തിരിച്ചടി നേരിട്ടു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ലെജിസ്ലേഷൻസ് വരുന്നത് മൂലം മാർക്കറ്റിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിനെ അകറ്റി നിർത്താം. അങ്ങനെ വരുമ്പോൾ ഓൾറെഡി റെഡ് ഹോട്ടായി നിൽക്കുന്ന ഡിമാൻഡിനൊപ്പം പിടിച്ചു നിൽക്കാനാകാതെ സപ്ലൈ സിഗ്നിഫിക്കന്റ് ആയി കുറയുകയും പിന്നീട് ഹൗസ് പ്രൈസ്, റെന്റ് ഒക്കെ കൂടാനും കാരണമാവാം. റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ഇൻവെസ്റ്റേഴ്സ് കൂടുതലായി വരേണ്ടത് ഓസ്ട്രേലിയയുടെ ഹൗസിംഗ് സപ്ലൈ കൂട്ടുവാൻ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി CGT ഡിസ്കൗണ്ട് ചർച്ചയായിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ഈ കഴിഞ്ഞ നവംബറിൽ ഓസ്ട്രേലിയൻ പാർലമെന്റ് രൂപീകരിച്ച സെലക്ട് കമ്മിറ്റി ഇൻക്വയറിയാണ്. CGT ഡിസ്കൗണ്ട് മൂലമുള്ള റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് എഫക്ട്സ് ആണ് ഇവരുടെ പ്രധാന പഠന വിഷയം. CGT ഡിസ്കൗണ്ട് അമെൻഡ്മെന്റ് പ്രപ്പോസ് ചെയ്യപ്പെട്ടേക്കാം എന്നാണ് ഒരുപാട് ഇൻഡസ്ട്രി പണ്ഡിറ്റ്സ് വിലയിരുത്തുന്നത്. ഇങ്ങനെ ഒരു അമെൻഡ്മെന്റ് നിലവിൽ വന്നാൽ ഓസ്ട്രേലിയൻ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സിന് വലിയ തലവേദന തന്നെ സൃഷ്ടിക്കാൻ പര്യാപ്തമാവും ഈ മാറ്റം. ഈ വരുന്ന മാർച്ച് 17 സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഏറെ ആകാംക്ഷയോടും ആശങ്കയോടും കൂടെയാണ് റിയൽ എസ്റ്റേറ്റ് മേഖല ഈ റിപ്പോർട്ട് കാത്തിരിക്കുന്നത്. സെനറ്റ് കമ്മിറ്റി ഒരുപക്ഷെ റെക്കമെൻഡ് ചെയ്യുക പുതിയ ഡെവലപ്മെന്റുകൾക്ക് പൂർണ്ണ CGT ഡിസ്കൗണ്ട് തുടരും, പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ആയ വീടുകളുടെ റീസെയിലിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം എന്നൊക്കെ ആവാം. ക്യാഷ് റേറ്റ് അൺസർട്ടനിറ്റിയും ഒപ്പം അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ച ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കും ഇൻവെസ്റ്റേഴ്സിൽ ചെറുതല്ലാത്ത ആശങ്ക പടർത്തുമ്പോൾ തന്നെ CGT ഡിസ്കൗണ്ട് അമെൻഡ്മെന്റ് ഒരു വലിയ തലവേദന തന്നെയാണ് ഈ മേഖലയിൽ ചെലുത്തുന്നത്.